കണ്ണീർ കൊമ്പൻ ചരിഞ്ഞത് ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഞരമ്പുകളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞിരുന്നുവെന്നും ശരീരത്തിലെ മുഴ പഴുത്തിരുന്നെന്നും കണ്ടെത്തൽ. നല്ലതായിട്ട് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട്. ഏകദേശം നമുക്ക് ഒരു ലിറ്ററോളം അതിനകത്തുനിന്ന് ചലം വെള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് സിസ്റ്റത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. സോ സെപ്റ്റിക് ആകാനുള്ള ഇത് കാണുന്നുണ്ട്. പിന്നീട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള വേറെ ലീഷൻ കണ്ടത് നമുക്ക് ലങ്സിലാണ്. TB നോഡ്യൂൾസ് ഉണ്ട്. അതിപ്പം അതിൻ്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പസിൻ്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനിപ്പോൾ നമുക്ക് ലാബോറട്ടറിക്കൽ ഇൻവെസ്റ്റിഗേഷനോടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അവിടെ ഇറക്കി നിൽക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത്. ഏകദേശം ആ ഒരു തുടയിലുള്ള മുറിവുകൾക്ക് ഏകദേശം ഒരു മാസത്തോളം പഴക്കമുണ്ട്. അല്ല, അത് മൂലമുണ്ടെന്ന ഒരു പൾമണറി അറസ്റ്റാണ് മരണകാരണമായി വരുന്നത്. ഹൃദയാഘാതം നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല. കാരണം 2 മാസത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഇതേ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പം ഇന്നലത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെസ്ഫുള്ളാണ് ആനിമൽ. ആ ഒരു കണ്ടീഷനിൽ ഇതെല്ലാം ഇതെല്ലാം അതിൻ്റെ അഡ്ജോയിനിങ് ഫാക്ടേഴ്സാണ്. ഉള്ളിലുള്ള ഇഷ്ടം പോലെ, അതായത് നമുക്കിപ്പോൾ ഒരു വൈറ്റൽ കണ്ടീഷൻ എപ്പോഴും നമുക്ക് വെളിയിൽ നിന്ന് അസസ് ചെയ്യാൻ പറ്റും. Preliminarily, what we could see was that there was a wound injury and there was on the just above left thigh, and that had pus formation was there. That means it must be a injury at least 4-5 days old injury. It was not yesterday's operation has not caused it. It is a older injury. And second thing, which preliminarily what I have got a report till now, is that there were some clots seen in the heart. This is the only thing which has come to my knowledge till now. കമൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. കമൽ, നമുക്ക് ആദ്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളെ പറ്റി പറയാം. ഈ ഹൃദയാഘാതം വന്നതാണ് മരണകാരണമെന്ന് പറയുന്നു. ഹൃദയാഘാതം ഉണ്ടാകാൻ ഇടയായ സംഭവം എന്താണ്? ഒപ്പം തന്നെ ആനയുടെ മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? അക്ഷയ, ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ വയനാട്ടിൽ ഇന്നലെ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ വാക്കുകളും അതുപോലെ കർണാടക PCCFന്റെ വാക്കുകളാണ്. രണ്ടുപേരും പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട ഒരേ കാര്യങ്ങളാണ്. ഇന്നലത്തെയും ഇതിനു മുൻപും ഉണ്ടായിരുന്ന സമ്മർദ്ദം ഒരു കാരണമാണ്. അതോടൊപ്പം ആനയുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയുന്നത് ഇടത്തെ തുടയുടെ മുകളിലെ ഒരു മുഴയാണ്. ആ മുഴ ഇപ്പോൾ അതിന്റെ ആ ഫോട്ടോ ദൃശ്യം നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ആ മുഴയാണ് ഈ രണ്ടുപേരും എടുത്തു പറഞ്ഞ ഒരു കാരണം. ആ മുഴയ്ക്ക് അകത്ത് ഉള്ളിലേക്ക് ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. അത് 1 മാസത്തിലധികം പഴക്കമുള്ള മുറിവായിരുന്നു. ആ മുറിവിൽ നിന്നാണ് 1 ലിറ്ററോളം പസ് ചലം പുറത്തേക്ക് എടുത്തത്. വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ, സെപ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു ആ മുറിവ്. അത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ആനയ്ക്ക് ഉണ്ടായിരുന്നു. അത് രക്തത്തിലേക്ക് അടക്കം ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞത്. അതോടൊപ്പം ഈ ശ്വാസകോശത്തിൽ ക്ഷയമുണ്ടായിരുന്നു ആനയ്ക്ക്. ഈ ശ്വാസകോശത്തിൽ പൾമിനറി അറസ്റ്റ് ഉണ്ടായി എന്നാണ് വെറ്റിനറി ഡോക്ടറാണ് ഡോക്ടർ അജേഷ് മോഹൻദാസ്. അദ്ദേഹം ഉപയോഗിച്ച ടേം അതാണ്, പൾമിനറി അറസ്റ്റ്. ഇത് കൂടാതെ ഇന്നലത്തേതടക്കമുള്ള ട്രോമ, പലതവണ ആനയെ പിടികൂടുകയും ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വലിയ ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ആയിരുന്നു മയക്കുവേടി വെക്കുന്നതിന് മുൻപൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദവും ആനയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് എടുത്തു പറയുന്നത്. ഇവർ പ്രധാനമായും പറഞ്ഞത് ഈ ഇടതു തുടയുടെ മുകളിലെ ആ മുഴയെക്കുറിച്ചാണ്. അതാണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ആ മുഴയുടെ ദൃശ്യം നമ്മൾ ഇന്നലെ തന്നെ പകർത്തിയതാണ്. ആന അവിടെ നിൽക്കുമ്പോൾ ആ ദൃശ്യവും അതിൻ്റെ സ്റ്റില്ലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ മുഴ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ആനയുടെ ആരോഗ്യ പ്രശ്നത്തിന് എന്നാണ് ഡോക്ടറും കർണാടക PCCFും പറയുന്നത്. ആ മുഴയ്ക്ക് ഉള്ളിലേക്ക് പഴുപ്പുണ്ടായിരുന്നു, വലിയ മുറിവായിരുന്നു അത്. അതിന് 1 മാസത്തെയെങ്കിലും പഴക്കമുണ്ട്. അതിനകത്ത് നിന്നാണ് 1 ലിറ്ററോളം പസ് പുറത്തെടുത്തത്. അത് വലിയ രീതിയിലുള്ള ഇൻഫെക്ഷന് കാരണമായി സെപ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം ഈ ശ്വാസകോശത്തിൽ TB ഉണ്ടായിരുന്നു. അതിനൊക്കെ പുറമെ ഈ സ്ട്രെസ്സും ആനയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്നലത്തെ ദൗത്യത്തിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒന്ന്, കേന്ദ്രത്തിന്റെ ഈ മയക്കുവെടി വെക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ, ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തരത്തിലുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നിലവിലെ ഈ ഡോക്ടർമാർ പറയുന്നതനുസരിച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അനുസരിച്ച് ആ ദൗത്യം വലിയ പ്രശ്നമൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഒപ്പം തന്നെ ആനയ്ക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദമാണ് ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. അതിൽ എന്താണ് ഇനി മുന്നോട്ടുള്ള നടപടി ഉണ്ടാകും?
അക്ഷയ അന്വേഷണം എന്തായാലും നടക്കും. പക്ഷേ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ കർണാടക PCCF പറഞ്ഞത് ഏകോപനത്തിലൊന്നും ഒരു തരത്തിലുള്ള പിഴവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇത് വ്യക്തമായി അറിയുക, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. തിരുവനന്തപുരത്തോ ബംഗളൂരുവിലോ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥർ ഒരു ദൗത്യം നിർവഹിക്കുമ്പോൾ അവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന കർണാടക വനം വകുപ്പിനും പരാതിയില്ല. ആനയ്ക്ക് മുന്നേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് ഈ തുടർച്ചയായ സ്ട്രെസ്സും ഉണ്ടായിരുന്നു, അതിനെ തുടർന്നുള്ള ഹൃദയാഘാതം എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഈ ദൗത്യത്തിലെ പാളിച്ചകളെ കുറിച്ച്, ഈ ഉച്ചയ്ക്ക് ശേഷം വെടിവെക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് അത്രയും വലിയ ഒരു നിർണായക ഘട്ടമായിരുന്നു, ജനവാസ മേഖലയായിരുന്നു. ഇന്നലെ ഈ ദൗത്യം പൂർത്തിയാക്കിയില്ലെങ്കിൽ ആന മാനന്തവാടി ടൗണിൽ ഇറങ്ങുമോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുമോ എന്നൊന്നും പറയാനാകില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരുന്നു. ഇന്നലെ തന്നെ അത് പൂർത്തിയാക്കേണ്ട അത്രയും ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് മയക്കുവെടി വെച്ചത്, അല്ലാതെ മറ്റു പാളിച്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരും ദൗത്യസംഘത്തിലുള്ളവരും ഒക്കെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ ഡീറ്റെയിൽ ആയ റിപ്പോർട്ടൊക്കെ വരും. പ്രാഥമിക വിവരങ്ങളാണ് നൽകിയത്. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ വയനാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയ 2 DFOമാരും ഈ ഡോക്ടറും ഉൾപ്പെടെയുള്ള ടീമൊക്കെ തിരിച്ചു വന്നത്. അവരും മുഴുവൻ സമയം ഈ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ ഏതാണ്ട് 11 മണിക്ക് തുടങ്ങിയ പോസ്റ്റ്മോർട്ടം അല്പസമയം മുമ്പ് മാത്രമാണ് അവസാനിച്ചത്. അതിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഈ കർണാടകയിലെ വനം മേധാവിയും അതുപോലെ നമ്മുടെ വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസും ഒക്കെ പങ്കുവച്ചത്. ശരി, ഞാൻ കമലിലേക്ക് മടങ്ങിയെത്താം. KB ശ്രീധരൻ കൂടി ബാംഗ്ലൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. കർണാടക വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള PCCFന്റെ ഭാഗത്തുണ്ടായ വിശദീകരണത്തെ പറ്റി ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, എന്താണ് അവർ സൂചിപ്പിക്കുന്നത്? നേരത്തെ തന്നെ തണ്ണീർക്കൊമ്പന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, ഈ മുഴ ഉൾപ്പെടെ മറ്റു മുഴ പഴുത്തിരുന്നത് വ്രണമായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി, മുൻപേ ഉള്ള ആരോഗ്യസ്ഥിതിയെ പറ്റി എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് 2 ആഴ്ച മുൻപ് പിടികൂടിയ ആനയാണല്ലോ തണ്ണീർക്കൊമ്പൻ. അന്ന് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവർ കണ്ടിരുന്നു. മറ്റൊരു കാര്യം, ഈ മാനന്തവാടി ദൗത്യത്തെ പറ്റി എന്താണ് കർണാടക വനംവകുപ്പിന്റെ വിശദീകരണം? ആനയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീരെ അവശനായിരുന്നു എന്നാണ് കർണാടക വനം വകുപ്പിന്റെ CCF സുഭാഷ് മാൽഖടെ പറയുന്നത്. ആനയുടെ തുടയിൽ പഴുപ്പുണ്ടായിരുന്നു. ഇത് 4-5 ദിവസം മാത്രം പഴക്കമുള്ള മുറിവായിരുന്നു. ഈ വലിയ വ്രണമായി ഇത് മാറുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ആന തീർത്തും അവശനായി കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ മാനന്തവാടി പട്ടണത്തിൽ ഇറങ്ങിയ ദിവസം ആന വല്ലാതെ ഭയചകിതനായിരുന്നു എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഈ ആളും ബഹളവും കൂടിയതൊക്കെ ആനയെ വല്ലാണ്ട് ഭയപ്പെടുത്തി. ഇതുകൂടാതെ ഇത്രയും വലിയ ആൾക്കൂട്ടമൊക്കെ വന്നപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. ഏതായാലും ആനയെ ആൾക്കൂട്ടം ഭയപ്പെടുത്തുകയും ചെയ്തിരിക്കും. നിലവിൽ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഹൃദയാഘാതം ആകാം മരണകാരണം എന്നുള്ളതാണ്. ഏതായാലും അന്തിമ റിപ്പോർട്ട് വരാൻ ഒരാഴ്ചയെങ്കിലും എടുക്കും. രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലമൊക്കെ വരേണ്ടതുണ്ട്. കേരള കർണാടക വനം വകുപ്പുകൾ തമ്മിൽ ഇക്കാര്യത്തിൽ, ഈ ദൗത്യത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഭിന്നതയില്ല. അങ്ങനെയുള്ള വാർത്തകളും എല്ലാം തന്നെ അദ്ദേഹം നിഷേധിക്കുകയാണ്. ആനയെ കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്തിരുന്നു. വിവരങ്ങൾ, ഡാറ്റയെല്ലാം തന്നെ കൈമാറിയിരുന്നു. അതോടൊപ്പം തന്നെ ആനയെ എപ്പോൾ എങ്ങോട്ടേക്ക് മാറ്റണം, അതായത് ആനയെ ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ആനയ്ക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആന അവശനായിരുന്നു എന്നുള്ള കാര്യമൊക്കെ കർണാടക വനംവകുപ്പ് ഇന്നലെ തന്നെ കേരള വനംവകുപ്പിന് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നോ? അങ്ങനെയല്ല. അതായത് കഴിഞ്ഞ ഈ ആനയെ ഈ മൂലേഹള്ളി വനമേഖലയോടും ബന്ദിപ്പൂരിലെ മൂലേഹള്ളിയിൽ ആനയെ തുറന്നു വിട്ടതിന് ശേഷം ആന ആന സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ആനയ്ക്ക് മുറിവുകൾ പറ്റിയിരുന്നു. ഏതായാലും ഈ ആനയുടെ സഞ്ചാരപഥം സംബന്ധിച്ച വിവരം കേരള വനം വകുപ്പിന് നൽകിയിരുന്നു എന്നാണ് PCCF പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഉയർന്നത്, ഈ ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷം അവിടെ നിർത്തി ചികിത്സ നൽകി ആനയുടെ ആരോഗ്യസ്ഥിതി ഒക്കെ പരിശോധിച്ച ശേഷം മാത്രം മാറ്റിയാൽ മതി എന്നുള്ള ഒരു ആക്ഷേപം, ഒരു കാര്യം ചില പരിസ്ഥിതികളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അത് ഇതിലെ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതായത് കേരളത്തിലെയും കർണാടകയിലും ഫീൽഡ് ഉദ്യോഗസ്ഥരാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അവർക്ക് ഒരു പക്ഷേ അത്ര വലിയ പ്രശ്നം തോന്നിയിരിക്കില്ല. അതിനാലായിരിക്കാം ആനയെ രാംപുരയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. ഏതായാലും ഇത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ സംയുക്തമായി കേരള കർണാടക വനം വകുപ്പ് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് സംയുക്തമായി അന്വേഷിക്കുകയും ചെയ്യും. യാതൊരു വിധത്തിലുള്ള ഭിന്നതയുമില്ല.
ഏതായാലും മരണകാരണം പ്രാഥമികമായി ഹൃദയാഘാതം ആണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ്. ശ്രീധരനിലേക്ക് മടങ്ങിയെത്താം. കമൽ കൂടി തുടരുന്നുണ്ട്. കമലിലേക്കാണ്. കമൽ, തീർത്തും ഈ ആന തണ്ണീർക്കൊമ്പൻ അനാരോഗ്യവാനായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് കൂടി അതിൽ വ്യക്തത ഉണ്ടാവുകയാണ്. സാധാരണ ഒരു ആനയെ മയക്കുവെടി വെക്കുമ്പോൾ ആനയുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമല്ലോ. അങ്ങനെ ഒരു പരിശോധനയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊരു വിലയിരുത്തലോ നിരീക്ഷണമോ ഒന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല ഈ ദൗത്യത്തിന് മുൻപ്? അക്ഷയ, അതിലൊരു കാര്യമുണ്ട്. ആനയെ മയക്കുവെടി വെക്കുന്നതിന് മുൻപുള്ള ഈ ആരോഗ്യ പരിശോധന എന്ന് പറയുന്നത് ദൂരത്ത് നിന്ന് കാഴ്ചയിൽ അല്ലെങ്കിൽ ആനയുടെ മൂവ്മെന്റിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നതാണ്. അല്ലാതെ ആനയെ നേരിട്ട് പോയി പരിശോധിക്കുക പ്രായോഗികമല്ലല്ലോ. മയക്കുവെടി വെച്ചതിന് ശേഷം മാത്രമേ അത്തരമൊരു പരിശോധന, അപ്പോൾ പോലും ആനയെ ലോറിയിലൊക്കെ കയറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിശോധനയെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണമായും മയക്കിയിട്ട് മാത്രമല്ലേ ഈ ശരീരത്തിലൊക്കെ പരിശോധന നടത്താൻ കഴിയുള്ളൂ. ആനയുടെ മൂവ്മെന്റിലൊന്നും അത്രത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന ഒരു അസസ്മെന്റിലാണ് ഇന്നലെ ഈ ദൗത്യവുമായി മുന്നോട്ട് പോയത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നലെ കാണുമായിരുന്നല്ലോ ആ മുഴ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരൊക്കെ ഈ മുഴ കണ്ടിട്ടുണ്ടാകില്ല ഇന്നലെയും? മുഴ ഇന്നലെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ മുഴ പുറത്തേക്ക് കാണുമ്പോൾ ഇത്രയും വലിയ ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവുണ്ട്, പഴുപ്പ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ആ കാഴ്ചയിൽ മനസ്സിലാകില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്രയും ആഴത്തിലുള്ള മുറിവായിരുന്നു, അത് വലിയ രീതിയിൽ സെപ്റ്റിക് ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ കാഴ്ചയിൽ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോഴും ആ മുഴയാണ് കാണുന്നത്. അതുപോലെ തന്നെ ദൂരെ നിന്ന് അവർക്ക് അതേ കാണാൻ കഴിയുള്ളൂ. ഇന്നലെ ക്യാമറയിൽ സൂം ചെയ്ത് ഫോട്ടോ എടുത്തൊക്കെ അവരത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. മയക്കുവെടി ആദ്യത്തെ ഡോസ് മയക്കുവെടി വെച്ചതിന് ശേഷമാണ് അവരുടെ ശ്രദ്ധയിൽ, ആന അപ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു, നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ഈ മുഴ, ഇത്തരമൊരു മുഴ ശ്രദ്ധിച്ചത്. അവർ ആ സമയത്ത് വലിയ ലെൻസുള്ള ക്യാമറാമാനെ അടക്കം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ നിന്നാണ് ഒരു ക്യാമറാമാനെ അവർ വിളിച്ചത്. ആ ദൂരത്ത് നിന്ന് ഫോട്ടോ എടുത്ത് അത് കൃത്യമായി പരിശോധിക്കാൻ വേണ്ടി അത്തരത്തിൽ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കത് മനസ്സിലായിരുന്നില്ല എന്താണ് ഈ ഫോട്ടോഗ്രാഫറെ അന്വേഷിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ലെൻസിന്റെ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞ് ആ ലെൻസുള്ള ഫോട്ടോഗ്രാഫർ ആരാണുള്ളതെന്ന് ദൗത്യ സംഘത്തിൽ നിന്ന് അന്വേഷിച്ച് അത്തരത്തിലൊരു ഫോട്ടോഗ്രാഫറെയൊക്കെ കൊണ്ടുപോയൊക്കെ അവരത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള ആ സമയത്ത് തന്നെ അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു. പക്ഷേ അതിനുള്ളിൽ വലിയൊരു മുറിവാണ്, അത് സെപ്റ്റിക് ആയിട്ടുണ്ട്, പഴുപ്പ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഫോട്ടോയിൽ നോക്കിയോ അല്ലെങ്കിൽ ദൂരെ നിന്ന് നോക്കിയോ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. കമൽ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഈ ദൗത്യം നടത്തുക എന്നുള്ളത് തീർത്തും നിർണായകമായിട്ട് അത്യാവശ്യം തന്നെയായിരുന്നു. ആ ദൗത്യം നടത്തിയേ മതിയാവും. പ്രത്യേകിച്ച് ജനവാസ മേഖലയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്, കാട്ടാനയാണ് എന്നതിനാൽ തന്നെ. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ ഒരു ദിവസം ഉടനീളം ഈ ആനയ്ക്ക് പിന്നാലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് വൈകുന്നേരം 5:30 വരെ ആനയെ 5:30ക്കാണ് മയക്കുവെടി വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആന ഭയചകിതനായി സമ്മർദ്ദത്തിലായി എന്നൊക്കെയുള്ളതാണല്ലോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാത്രമല്ല കേരളത്തിനെതിരെ വരെ ഇപ്പോൾ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇനി കേരള കർണാടക വനംവകുപ്പിന്റെ തീരുമാനം, മുന്നോട്ട് ഇതിലുണ്ടാകുന്ന അന്വേഷണം, നടപടികളൊക്കെ ഇനി എങ്ങനെയാണ്? എന്തായാലും രണ്ട് വകുപ്പുകളും തമ്മിൽ അത്തരത്തിലൊരു ഭിന്നതയുമില്ല എന്ന് കേരളത്തിലെ ഉദ്യോഗസ്ഥരും കർണാടകയിലെ ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി കഴിഞ്ഞു. ഇരു വകുപ്പുകളും സംയുക്തമായി തന്നെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് രണ്ട് സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിട്ടാണ്. നാഗർഹോളെ, ബന്ദിപ്പൂർ, അതുപോലെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഒന്നിച്ച് കിടക്കുന്ന വനമേഖലയാണ്. മാസത്തിലൊരിക്കൽ ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ചകൾ നടത്താറുമുണ്ട് ഔദ്യോഗികമായി തന്നെ. അതുകൊണ്ട് അതുമായൊക്കെ ബന്ധപ്പെട്ട് ഇത് ഒന്നിച്ച് തന്നെ അന്വേഷിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഇന്നലത്തെ ദൗത്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും കർണാടക വനംവകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്നലെ ഉടനീളം വലിയ സമ്മർദ്ദമാണ് ഉണ്ടായിരുന്നത്. കാരണം ജനവാസ മേഖലയിലായിരുന്നു ആന. വൈകുന്നേരമായി കഴിഞ്ഞാൽ ആന ടൗണിലേക്ക് കയറുമോ, അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുക്കേണ്ടത് ആണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ദൗത്യത്തിൽ പ്രവർത്തിച്ചവരൊക്കെ പറയുന്നത്. അക്ഷയ. ശരി, എം കമൽ വയനാട്ടിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തണ്ണീർക്കൊമ്പന്റെ മരണം സംഭവിച്ചത് ഹൃദയാഘാതം മൂലമാണെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു.